എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വീട്ടിൽ ലഭിക്കുന്ന ആളുകൾ, പെൻഷൻ ബാങ്കിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ, അടുത്ത മാസത്തെ പെൻഷൻ, അടുത്ത സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഗഡുവിനായി കാത്തിരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മസ്റ്ററിംഗിന്റെ രണ്ടാം ഘട്ടം ക്യാമ്പുകൾ സംഘടിപ്പിച്ചുള്ള മസ്റ്ററിംഗ് തുടങ്ങാനിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ ഇത് ആരംഭിക്കും. അതോടൊപ്പം തന്നെ വീടുകളിൽ കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ്. പെൻഷൻ മുടങ്ങാതിരിക്കാൻ, ഇനിയും അങ്ങോട്ട് പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടത്തുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വിതരണമാണ് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ളത്. വീടുകളിൽ പല ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചില ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും കയറാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും നൽകാനുണ്ടോ, സമർപ്പിക്കാനുണ്ടോ, രേഖ സമർപ്പിക്കാനുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്നും അറിയാൻ കഴിയുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ തുക ബാങ്കിലേക്ക് കൈമാറി എന്നൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കേന്ദ്ര വിഹിതം കുറവുള്ള, അതായത് 300, 200, 500 കുറവുള്ള ചില ആളുകൾ ഉണ്ടാകും. അവർക്ക് 25-നകം തന്നെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു മാസം ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാത്രമാണുള്ളത്. പല ആളുകളും ചോദിക്കുന്നതുകൊണ്ടാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുള്ളവർക്ക് ഈ മാസം ഇനി വേറെ പെൻഷനൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ അതിന്റെ വിതരണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കയ്യിൽ പെൻഷൻ വിതരണം, വീട്ടിൽ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിംഗിന്റെ കാര്യമാണ് ഇനി പറയാനുള്ളത്. മസ്റ്ററിംഗിന്റെ 1ാം ഘട്ടം ഏകദേശം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ക്യാമ്പുകൾ സംഘടിപ്പിച്ചുള്ള മസ്റ്ററിംഗ് ആണ്. അത് സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കും. വാർഡ് തലങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മസ്റ്ററിംഗ് ഒരുക്കുന്നത്. അതായത് തദ്ദേശ സ്ഥാപന വാർഡ് മെമ്പർമാർ ഇക്കാര്യം, അതായത് പെൻഷൻ ഗുണഭോക്താക്കളെ അറിയിക്കുന്നതാണ്. അപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ അത് കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനകം തന്നെ പകുതിയിലധികം ആളുകളും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതിരുന്നാൽ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. സെപ്റ്റംബർ 30 ഇതിനുള്ള ഒരു സമയം നൽകിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ, ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ജീവൻ രേഖ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം. ഇനി ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളാണെങ്കിൽ അതാത് ക്ഷേമ ബോർഡുകളിലും ഈ രേഖ നൽകണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അഥവാ പരാജയപ്പെട്ടാൽ അത് രേഖ നൽകാനുള്ള കൂടുതൽ സമയം ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷേ കിടപ്പ് രോഗികളല്ലാത്തവരും കഴിഞ്ഞ പ്രാവശ്യം അനാവശ്യമായി വീടുകളിലേക്ക് അക്ഷയ ജീവനക്കാരെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായി. അക്ഷയയിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയും വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയുമാണ്. അപ്പം അതാണ് സൗകര്യം എന്ന് പല ആളുകളും മനസ്സിലാക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു. അത് അക്ഷയ ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇതിനെതിരെ അക്ഷയ ജീവനക്കാർ സർക്കാരിനെ സമീപിച്ചപ്പോൾ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് മാത്രമായിരിക്കും ഇനി വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക. അത് കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകുക. വീടുകളിലെത്തിയുള്ള മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകുക. അതായത് പൂർണ്ണമായിട്ടും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, മറ്റ് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ച് അക്ഷയയിൽ എത്താൻ കഴിയാത്ത, പിന്നെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാത്ത ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് വീടുകളിൽ എത്തിയിട്ട് ഉണ്ടാകുക. അല്ലാത്തവർ നിർബന്ധമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിലോ സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പുകളിലെത്തിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട വിവരം. മറ്റൊന്ന്, വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്ക് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നു. ഓഗസ്റ്റ് മാസത്തേത് മുടങ്ങിയിട്ടുണ്ട്. അത് നൽകിയിട്ടുള്ളവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുണ്ട്. അതാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട വിവരം. അടുത്ത പെൻഷൻ ഇനി സെപ്റ്റംബർ മാസത്തെ പെൻഷൻ എന്ന് കിട്ടും എന്നാണ്. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ സെപ്റ്റംബർ 23, 24 ദിവസങ്ങളിലായിട്ട് വിതരണം ആരംഭിക്കുന്നതാണ്. 24-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകുക. അതിനു മുമ്പ് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ ബൈ.